ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ UK-യുടെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് നാട്ടിൽ നിന്നും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഗതം പറയുവാനായി നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പുതിയ ഒരു രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടല്ല. ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും OICCയുടെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനും ഇന്ന് നാട്ടിലായിരുന്നു എങ്കിൽ ഒരു മന്ത്രിയും ഒരു MLA-യും ഒക്കെ നിഷ്പ്രയാസമാകാമായിരുന്ന ഫ്രാൻസിസ് വലിയപറമ്പിലിന് ഈ സമ്മേളനത്തിലേക്ക് OICCയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പഴയ പാവാട കൈസ്യൂക്കാറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ 10 വർഷമായി ലേബർ പാർട്ടിയുടെ ഇവിടുത്തെ ഏറ്റവും സീനിയർ നേതാവായിരിക്കുകയും 10 വർഷമായി ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറും അതുപോലെ തന്നെ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഡോക്ടർ ഓമന ഗംഗാധരനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. OICCയുടെ നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ എബി സെബാസ്റ്റിനെയും ജോൺസനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ 8-9 മാസങ്ങൾക്ക് മുമ്പ് സൗത്തിൽ ഡോർസെറ്റിൽ വെച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഓവർസീസ് കോൺഗ്രസ്. UK-യിൽ ഒരു ഘടകം രൂപീകരിക്കണമെന്ന ദൃഢമായ ഒരു തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഇടയായത്. എനിക്കിവിടെ നിങ്ങളോട് പറയുവാനുള്ളത്, കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ വികാരമുള്ള കോൺഗ്രസിന്റെ അനുഭാവികളും പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നാട്ടിലെ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചയായി ബ്രിട്ടീഷുകാരൻ്റെ ഹൃദയത്തുടിപ്പായ ലണ്ടനിൽ ഒളിമ്പിക്സിന്റെ വേദിയായ ന്യൂഹാമിൽ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുക വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. OICCയുടെ പ്രവർത്തനങ്ങളെ പറ്റിയും OICC സെക്രട്ടറിയിൽ നിലവിൽ വന്നാൽ നമുക്ക് ഈ നാട്ടിലെ മലയാളി സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാമാണ് നമ്മുടെ ഒരു കോൺഗ്രസ് പശ്ചാത്തലം ഉപയോഗിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഇവിടുത്തെ മലയാളി സമൂഹങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് മുൻപ് ഇവിടെ പ്രസംഗിച്ചവർ എല്ലാവരും സൂചിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. കാരണം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗത്വ വിതരണം ഇന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ബഹുമാന്യരായ പ്രവാസി മലയാളികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വ്യക്തമായി പറയുകയാണെങ്കിൽ കഥലാവനകത്ത് 10 കാശില്ല.